അപ്പോൾ ഈ തനിനിറം എന്ന സിനിമയിലാണ് നായകനായിട്ടാണ് റോഹൻ ലോന എത്തിയിരിക്കുന്നത്. ഈ വിനയം കൊണ്ട് എപ്പോഴും ഇങ്ങനെ വളഞ്ഞിട്ടാണ് അദ്ദേഹം നിൽക്കാറ്. അത് മുന്നേ ഉള്ളതാണ്, ഇപ്പോഴല്ല. പക്ഷേ ഞങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പാപ്പ ഫ്രെയിംസ് എന്ന സംഘടനയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പം അടുത്ത് നമ്മുടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇവിടെ വന്നിട്ടുണ്ട്. സേവ്യാറിൻ്റെ മകൻ്റെ കല്യാണത്തിന് കുറേയധികം മെമ്പേഴ്സ് കൂടി ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായി. ഇപ്പം അടുത്ത ദിവസം റോഹൻ വന്നിരുന്നു. അപ്പോൾ റോഹൻ ലോനെ പറ്റി പിന്നെ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലത്തെ നായകൻ റോഹൻ ലോനെ, അതുപോലെ തന്നെ അനൂപ് മേനോനെ, വളരെ സുന്ദരനായിട്ടുള്ള ഒരാളാണ് അനൂപ് മേനോൻ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും റോഹൻ ലോനെയും കുറച്ചും കൂടെയൊക്കെ സൗന്ദര്യം കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട്. പിന്നെ റോഹൻ ലോന എനിക്ക് തോന്നുന്നത് മുമ്പേ പല ഫോട്ടോയിലും എൻ്റെ കൂടെയൊക്കെ പ്രത്യേകിച്ച് നിൽക്കുമ്പോൾ എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, പക്ഷെ ആൾ തീരെ ചിരിക്കാറില്ല. പക്ഷെ ഇപ്പോൾ കുറേശ്ശൊക്കെ ചിരിച്ചു തുടങ്ങി. എനിക്ക് തോന്നുന്നത് സിനിമയിൽ വന്ന കാരണമാണോ എന്ന് അറിയില്ല. ഒരു മൈക്ക് റോഹൻ ലോനൊന്ന് കൊടുക്കാം, അപ്പോൾ ഉത്തരം അപ്പം തന്നെ കിട്ടും. ഹലോ. അതെ, അല്ല, ഇത് ഓൾറെഡി ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. കാരണം കൂടെ നിന്ന് ചിരിക്കണമെങ്കിൽ നമ്മൾ സന്തോഷം ഉണ്ടാവെങ്കിൽ ആ ഫോട്ടോയിൽ ഭംഗിയുള്ള ആളും ഞാനായിരിക്കണം എന്നൊരു തോന്നൽ വരണം. തീർച്ചയായിട്ടും ഒപ്പം ഫോട്ടോ എടുക്കുമ്പോൾ അത് കിട്ടാറില്ല. കാരണം ഓൾറെഡി ഗ്ലാമർ മുഴുവൻ, ലുക്ക് മുഴുവൻ, ഫോക്കസ് മുഴുവൻ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു ഇൻസെക്യൂർ ആവും കുറച്ച്, അല്ലേ? ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പം നോട്ടം പോകുന്നത് അങ്ങോട്ടായിരിക്കും, അല്ലേ? അപ്പം അതിൻ്റെ ഒരു ഗർവമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വേദിയിൽ എത്തിയപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ സിനിമയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ കുറേ അധികം പോഡ്കാസ്റ്റ് വീഡിയോകൾ നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി 13-ാം തീയതി മുതൽ അദ്ദേഹം ബിഗ് സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കും. തികച്ചും ഗംഭീരമായിട്ടുള്ള സിനിമയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കണ്ടു നോക്കണം. ഓക്കെ. എന്നാൽ ഇവിടുന്ന് തൊട്ടുള്ള എല്ലാ സമയങ്ങളിലും ഇനി റോഹൻ ലോന സിനിമാ നടനായിരിക്കും. പാവർട്ടിയുടെ അഭിമാനത്തിൻ്റെ എന്താ പറയുക, അഭിമാനമായിരിക്കും. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ അംഗീകാരം കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങളാണോ? അത് അതിന് മുമ്പ് ഇതിന് അംഗീകാരം കിട്ടിയോ പാവർട്ടിയിൽ നിന്ന്? അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അംഗീകാരം കൊടുക്കാൻ നമുക്ക് പറ്റി എന്നുള്ളത് നമ്മുടെയൊക്കെ അഭിമാനമാണ്. അപ്പോൾ എല്ലാവരുടെയും കൈയടൂയിട്ട് 2 വാക്ക് സംസാരിക്കാനായിട്ട് റോഹൻ ലോനയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത്രയൊന്നും ഔപചാരികയുടെ ആവശ്യം ഫോർമലായിട്ട് പോകുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരു പക്ഷേ ടിറ്റോ ചേട്ടൻ തുടക്കത്തിലേ പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം നിർണായകമായിട്ടുള്ള ഒരു സമയമുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിന്, അതിന് സാക്ഷാത്കാരണത്തിന്, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അവസാന മണിക്കൂറിലാണ് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടും മാധ്യമ പ്രവർത്തന രംഗത്തുണ്ടെങ്കിൽ പോലും ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ മുഖ്യ കഥാപാത്രമായിട്ട് ഭാഗമാവുക എന്നുള്ള വലിയ ലക്ഷ്യം അത് അടുത്ത 48 മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ടിറ്റോ ചേട്ടൻ്റെ കോൾ വരുന്നത്. ഇതേപോലെ നമ്മുടെ പുത്തു സ്കൂളിൻ്റെ 23-ാം വാർഷികമാണ്, അപ്പോൾ എത്തണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഡേറ്റ് 12-ാം തീയതി ആയിരുന്നു. ഞാൻ ടിറ്റോനോട് പറഞ്ഞു, ടിറ്റോയുടെ റിലീസിൻ്റെ തലേദിവസമാണ്. അപ്പോൾ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂസുകളാണെങ്കിലും ഷൂട്ടുകളാണ് നടക്കുന്ന സമയമാണ്. അപ്പോൾ എത്താൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് ആദ്യം പറഞ്ഞത്. ടിറ്റോ ചേട്ടൻ ഓക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രോഗ്രാം 11-ാം തീയതിക്കാണ്, നീ വരാനുള്ളത് കൊണ്ടെന്നൊക്കെ പറഞ്ഞു. വിളിച്ചതും സംസാരിച്ചതും ടിറ്റോ ചേട്ടനായതുകൊണ്ടും ഒരാളെ എങ്ങനെ കൺവിൻസ് ചെയ്യണം, എങ്ങനെ മധുരമായി സംസാരിച്ച് ഒരാളെ കുഴി ചാടിക്കാമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആളായതുകൊണ്ട് തന്നെ അത്രത്തോളം വിശ്വാസപൂർണ്ണമല്ല. എങ്കിൽ പോലും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം 11-ലേക്ക് ആക്കിയിട്ടുണ്ട്, എത്താമോ എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ആ ശ്രമത്തിന് നന്ദി പറയുന്നു. കാരണം വേണമെങ്കിൽ ടിറ്റോ ചേട്ടൻ ഒരു 100 കണക്കിന് ആർട്ടിസ്റ്റുകളെ ഈ വേദിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന കോണ്ടാക്റ്റുള്ള ഒരാളാണ്. ഒരു നോ പറഞ്ഞാൽ വേണമെങ്കിൽ മാറ്റി ഓക്കെ ഇനി അടുത്ത വർഷത്തേക്ക് നോക്കാമെന്ന് വേണമെങ്കിൽ ചിന്തിച്ച് ആ തീരുമാനത്തെ മാറ്റാമായിരുന്നു. ടിറ്റോ ചേട്ടൻ ചെയ്തത് 11-ാം തീയതിക്ക് തന്നെ അത് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു മറുപടി പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് 23-ാം വർഷത്തിൻ്റെ ആഘോഷത്തിൽ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനിരട്ടിയായി സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏത് മേഖലയിലാണോ ആദരിക്കപ്പെടുന്നത്, ഏത് മേഖലയിലാണോ അംഗീകരിക്കുന്നത്, അതേ മേഖലയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ നമുക്കൊക്കെ വഴികാട്ടിയായിട്ട് തുടങ്ങി വെച്ച
രണ്ട് കലാകാരന്മാരുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള വലിയ സന്തോഷം കൂടിയുണ്ട്. അത് പറയാതെ വയ്യ. കാരണം വർഷങ്ങൾക്ക് മുമ്പേ ടിറ്റോച്ചേട്ടൻ വിദേശിയും റിയാലിറ്റി ഷോയിലൂടെയും സീരിയലിലൂടെ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തുടക്കത്തിലേ പറഞ്ഞു ഒറ്റയ്ക്ക് എൻ്റെ ചേട്ടാ ഏറ്റവും സ്നേഹപൂർവ്വം വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഒറ്റയ്ക്ക് വഴി വെട്ടിയവനാന്നുള്ളത്. പക്ഷേ നമുക്ക് മുമ്പേ ഇവരൊക്കെ വെട്ടിയ വഴി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയും എളുപ്പമായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ സ്കൂൾ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിനെ കുറിച്ച് കേൾക്കുന്നത്. ഇപ്പം ഇന്ന് 23 വർഷമായി. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ ആദ്യ കേൾവിയിൽ ഒട്ടും പരിചയമില്ലാത്തൊരു കാര്യത്തെ, പ്രത്യേകിച്ച് സ്കൂളുണ്ട്, ഇതിൻ്റെ KG സെക്ഷൻ ഉണ്ട്, ഒരു പ്ലേ സ്കൂളിൻ്റെ സാധ്യതകൾ ഇവിടെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നൊരു സമയത്ത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതുപോലെ ഒരു മീഡിയ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നത്. അപ്പം എൻ്റെ അതുവരെയുള്ള ഒരു സങ്കല്പത്തിൽ പ്ലേ സ്കൂളുമ്പോൾ വളരെ കുറച്ചൊരു ഏരിയ, വളരെ കുറച്ച് കുട്ടികൾ മാത്രം ഉണ്ടാവുന്നൊരു സ്ഥാപനം എന്നായിരുന്നു എൻ്റെ അതുവരെയുള്ള ചിന്ത. ആ ചിന്തയെ അപ്പാടെ മാറ്റി ഇവിടെ വന്നപ്പോഴായിരുന്നു ഇത് അക്ഷരത്തിലൊരു സ്കൂൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ഫാക്കൽറ്റീസ്, അധ്യാപകരുണ്ട്. അപ്പോൾ 23 വർഷം എത്തി നിൽക്കുമ്പോഴും എന്തുകൊണ്ട് ഈ 23 വർഷത്തിനിടയ്ക്ക് പല സ്കൂളുകൾ വന്നുപോയെങ്കിലും പുത്തൂർ ഡേ കെയറിന് ഒരു കോമ്പറ്റീറ്റർ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇവിടെയുള്ള കുട്ടികളെക്കാളും ചെറുതായി ചിന്തിക്കാനും അതിനേക്കാൾ ചെറിയൊരു മനസ്സുള്ള ഒരു മാനേജറും ഒരു പ്രിൻസിപ്പളാണ് ഈ സ്ഥാപനത്തിനുള്ളത് എന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ യാത്ര തുടരട്ടെ. കാരണം 23 വർഷമായി, 2 വർഷം കൂടി കഴിഞ്ഞാൽ രജത ജൂബിലിയായി. സിൽവർ ജൂബിലിയിൽ നിന്ന് പിന്നെ 50-100 വർഷങ്ങളിലേക്കൊക്കെ പോകാനുണ്ട്. ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി കൂട്ടിപ്പിടിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഞാൻ ഏകദേശം ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പാണ് മൂവി ലവേഴ്സ് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടുള്ള പാപ്പ ഫ്രെയിംസിലൂടെയാണ് രണ്ടുപേരും പരിചയപ്പെടുന്നത്. അപ്പം അതിനു മുമ്പ് സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയമുള്ള 2 വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ നേരിട്ട് സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാവണം മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്നവർ ചേർന്നൊരു സംഘടന വരുമ്പോൾ ഞാൻ എപ്പോൾ പരിചയപ്പെട്ടപ്പോൾ 8 വർഷമായി. ആ 8 വർഷത്തിനിടയ്ക്ക് ഇവിടുന്ന് ഇപ്പുറം ആ 8 വയസ്സ് 2 പേർക്ക് കുറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ലുക്ക് കൊണ്ട് മാത്രമല്ല പറയുന്നത്, ഇടപഴകുന്ന രീതി കൊണ്ട് കൂടിയാണ്. ചേട്ടാ മാക്സിമം ഞാൻ പൊക്കിയടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്നപ്പോൾ മുതൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞു കർത്താവാൻ അല്ലേ, അതെ, ഒരു യോഗ്യനില്ലെങ്കിൽ പോലും കുറച്ച് മുടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സ്ഥിരം കർത്താവാക്കിയതാണ്. ക്രൂശിക്കാൻ ഒരാൾ വേണമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത്, അത്രയും ചെറുപ്പത്തോടെ, ഒരു പക്ഷേ ഞാൻ എൻ്റെ അപ്പനാവാനുള്ള പ്രായമുണ്ടെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, എൻ്റെ പേപ്പനാവാനുള്ള പ്രായമുണ്ട്. എന്നിട്ട് പോലും ഞങ്ങളോടും ഞങ്ങളെ ചെറിയ കുട്ടികളോടും ഇവിടെയുള്ള ഡേ കെയറിലുള്ള കുട്ടികളോടും അത്രയും പ്രായത്തോളം ചെറുതാവാനും ഇടപഴകാനും സാധിക്കണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. കാരണം ടിറ്റേജൻ്റെ ഒപ്പം ഈ പ്രായത്തിലുള്ളവരുണ്ട്, സേവ്യരാട്ടൻ അവിടെയുണ്ട്. സേവ്യരാട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ ഒപ്പം തന്നെ, സേവ്യരാട്ടൻ പ്രായം ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, സേവ്യരാട്ടനെ പോലുള്ള എൽഡേഴ്സിൻ്റെ ഒപ്പം ഒരേ രീതിയിലേക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു 23 വർഷം ധൈര്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ആയിട്ടല്ല അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളോ മാനേജറായിട്ടല്ല, അവരൊരു പാരൻസ് പോലെ, നേരത്തെ എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വീടായിട്ട് അവർക്കൊരു ഫീൽ കിട്ടുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ വരുന്നവരെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇവിടെ ക്ഷണിച്ചതിലും. അതിനുള്ളൊരു അല്ലെ, ഞാൻ ഡിസേർവ് ചെയ്യുന്നു, എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ള ചിന്തിച്ചു. ഇവിടെ വന്ന് ആൻ്റെ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ അതിഥികളായിട്ട് ആദരിക്കാൻ ക്ഷണിക്കുന്നവർക്ക് മക്കളൊക്കെ ഇവിടെ തന്നെയാണ് പഠിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ നിയുക്ത പ്രസിഡന്റ് ആൻ്റെ ചേട്ടൻ്റെയും ഉണ്ട്, അഭിനിശേഷിയുടെയും ഉണ്ട്. എനിക്ക് നിർവാഹവശാൽ എനിക്ക് ചേർക്കാൻ മക്കളില്ല, മക്കളാവാൻ കല്യാണം കഴിഞ്ഞിട്ടുമില്ല. സോ അതെപ്പോഴെങ്കിലും സംഭവിക്കട്ടെ. എനിക്കൊന്ന് ടിറ്റേ ചേട്ടനൊക്കെ ബാല്യത്തിൽ കല്യാണം കഴിച്ച പോലെ എനിക്കത് സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനൊരു നിമിഷത്തിൽ, അങ്ങനൊരു സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഇനി ഒരിക്കൽ ഞാൻ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു PTA മെമ്പറായിട്ട് ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പെട്ടെന്നൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹം. ഇവിടെ വേറെ ചേർക്കണോട്ടല്ല, പെട്ടെന്നൊരു കല്യാണം സംഭവിക്കാതിരിക്കട്ടെ. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം. ഇന്ന് ഈ ഒരു ദിവസം 23ാം വാർഷികത്തിൽ ഒരുപക്ഷെ കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നു പോയിട്ടുള്ളൊരു വേദി കൂടിയാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. സോ അത്തരത്തിലൊരു വേദി ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുമ്പോൾ ഞാൻ എവിടെ നിന്നാണ് ഈ സ്വപ്നം കണ്ടു തുടങ്ങിയത്, അതേ മണ്ണിൽ എനിക്ക് മുമ്പേ സഞ്ചരിച്ച 2 പേർ, കലാകാരന്മാരായിട്ടുള്ള 2 പേർ, സോ അവരുടെ ഒരു ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനത്തിൽ ആദരിക്കപ്പെടുക എന്നുള്ളത് ഇരട്ടികളേറെ സന്തോഷവും അതിന് നൽകുന്നൊരു സമയം കൂടിയാണ്. സോ അതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ യാത്ര തുടരട്ടെ. ഓക്കെ, ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കാതിരിക്കാൻ വയ്യ. നമുക്ക് ഒന്നും എളുപ്പമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ഉണ്ടെങ്കിലും ഇത് എത്തിപ്പെടുന്നത് വളരെ അടുത്താണ്. എളുപ്പമല്ലാതെ കിട്ടുന്നതിന് കുറച്ചുകൂടി സൗന്ദര്യം കൂടുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് അഭിനന്ദിക്കാനുള്ള ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ചേട്ടനോട് എത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് പാവർട്ടി പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ നിയുക്ത പ്രസിഡൻ്റായിട്ട് കുറേ അധികം പ്രതീക്ഷയോടെ അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നേരം വെളുക്കുമ്പോൾ വന്നിട്ടുള്ള ഒരു ജനപ്രതിനിധിയോ പൊതുപ്രവർത്തകനായതുകൊണ്ടല്ല. കാരണം ഞാൻ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഡോക്ടറായിട്ടാണ്, ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ
അത് വർഷങ്ങൾക്ക് മുമ്പാണ്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ആവശ്യത്തിന് കൂടിയിട്ടായിരുന്നു ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാമിലി. അപ്പോൾ അന്നു മുതൽ മുതൽ നവമാധ്യമങ്ങളിലാണെങ്കിലും മറ്റ് പൊതുപ്രവർത്തനത്തിലാണെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ മുൻനിരയിലുണ്ടായിരുന്നു. അന്ന് സ്ഥാനങ്ങളിലൊന്നുമല്ല അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ഥാനത്തിലല്ലാതിരുന്നിട്ട് വരെ ആ പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മെമ്പറായി, ഇന്ന് പ്രസിഡന്റാണ്. അപ്പോൾ പ്രസിഡന്റായിട്ട് അദ്ദേഹം വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പ്രസിഡന്റ് ആയതിൻ്റെ ഒരു സ്ഥാനാരോഹണത്തിന് ശേഷം കുറേയധികം പോസ്റ്റുകൾ കണ്ടു. അപ്പോൾ അത് അദ്ദേഹത്തിനുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ അത് ഒരു നേരം വെളുക്കുമ്പോൾ ഉണ്ടാകില്ല, കുറേ വർഷങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നവീൻ ചേച്ചി 10ാം വാർഡ് മെമ്പർ കൂടിയാണ്, ഈ വാർഡിൻ്റെ പ്രതീക്ഷ കൂടിയാണ്. അപ്പോൾ അതിനെ രണ്ടുപേർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഈ യാത്ര തുടരട്ടെ, MLA മന്ത്രിയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കട്ടെ കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പോവല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ റോഹൻ ലോന നമ്മുടെ പാർട്ടിയുടെ അഭിമാനമാണ്, സിനിമാ താരാണ് എന്നൊക്കെ പറയും. ഏതായാലും നമുക്ക് റോഹൻ ലോനയുടെ കുട്ടിയുടെ ബുക്കിംഗ് നമുക്ക് എന്തായാലും എടുക്കാം. കുട്ടിയെ അപ്പം ആ കാലം വരെ ജീവിച്ചിരിക്കുന്ന അതിമോഹം ഉണ്ടല്ലേ? അപ്പോൾ അത് നമ്മൾ ബുക്കിംഗ് എടുത്തു. അതേസമയം തന്നെ റോഹൻ ലോനയുടെ വീട്ടിൽ ഈ കുട്ടീനെ എന്താ പറയുക, റോഹൻ ലോനയുടെ കുട്ടീനെ നമ്മുടെ ഇവിടെ ചേർത്താനായിട്ടുള്ള ഒരു ഓർമ്മ നിൽക്കണ്ടേ? സത്യത്തിൽ ഇവിടെ വാർഷികാഘോഷമാണ്, മെമ്പർഷിപ്പ് ക്യാമ്പയിനാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? വിളിച്ചു വരുത്തി അവസാനം കുട്ടിയുടെ മെമ്പർഷിപ്പ് വരെ ഇവിടെ ആക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തണം. ഓക്കെ, അപ്പോൾ അത് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ചെറിയ ട്രോഫി നമുക്ക് റോഹൻ ലോനയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ പാവർട്ടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും ആൻഡോ ചേട്ടനെ നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡോ ചേട്ടൻ വിളിക്കേണ്ടാവുന്ന എന്നോട് ഞാൻ ബഹുമാനം കൊണ്ട് വിളിച്ചതാണ്. കൃത്യസമയത്തിൽ ചെറുപ്പമാവാൻ കിട്ടുന്ന അവസരങ്ങളിൽ ചേട്ടൻ വെറുതെ വിടാറില്ല. When I tell everyone that you're in love with me, congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be